നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്ര പഠന പരമ്പരയുടെ 24-ാമത്തെ എപ്പിസോഡ്. ഈ എപ്പിസോഡിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനാദിയായി ദൈവമായിരുന്നവൻ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 90-ാം സങ്കീർത്തനം ദൈവത്തിന്റെ ദാസനായ മോശയുടെ ഒരു പ്രാർത്ഥനയാണ്. തന്റെ ജ്യേഷ്ഠ സഹോദരനായ അഹരോന്റെ നിര്യാണത്തോട് ബന്ധപ്പെട്ട് മോശ ചമച്ചത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ആ സങ്കീർത്തനത്തിന്റെ ആദ്യം ഇങ്ങനെ വായിക്കുന്നു: കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചു മുമ്പ് അനാദിയായും ശാശ്വതമായും നീ ഞങ്ങളുടെ ദൈവമാകുന്നു. വിശുദ്ധ ബൈബിളിലെ ദൈവത്തിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ ദൈവം അനാദിയായും ശാശ്വതമായും ദൈവം ആയിരിക്കുന്നവൻ എന്നാണ് പറയുന്നത്. ഈ ഭൂമിയിലുള്ള സകലത്തിനും ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിനും ഒരാരംഭമുണ്ട്, എല്ലാറ്റിനും ഒരവസാനവുമുണ്ട്. ആരംഭമുള്ള ഏതിനും അവസാനമുണ്ട് എന്നുള്ളത് ജീവശാസ്ത്രത്തിന്റെ തന്നെ ഒരു അടിസ്ഥാന പ്രമേയമാണ്, നിയമമാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ തന്റെ അസ്തിത്വത്തിന് ഒരു കാരണമോ വിശദാംശമോ ഇല്ല. അവിടുന്ന് സദാ ജീവിക്കുന്നവനാണ്. ഗോഡ് ഈസ് ഫ്രം എവർലാസ്റ്റിംഗ്. ദൈവം നിത്യത മുതലേ അസ്തിത്വമുള്ളവനാണ്. മീക്ക പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ മീക്ക പ്രവാചകൻ പറയുമ്പോൾ കർത്താവായ യേശു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കും. ജനിക്കാൻ പോകുന്ന ക്രിസ്തു എങ്ങനെയുള്ളവനായിരിക്കും എന്ന മീക്ക പ്രവാചകൻ പറയുകയാണ്. അദ്ദേഹം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ പട്ടണങ്ങളിൽ ഏറ്റവും ചെറുതെങ്കിലും നിന്നെ മേയ്ക്കുവാനുള്ള തലവൻ നിനക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ച് വരും. അതായത് ഈ ബേത്ലഹേം എന്ന് പറയുന്ന പട്ടണത്തെ ഭരിക്കാൻ യോഗ്യനായിരിക്കുന്ന രാജാവ്, വേർ ഡസ് ഹി കം ഫ്രം, അവൻ എവിടുന്നാണ് വരുന്നത്? അവന് ഈ ബേത്ലഹേമിൽ നിന്ന്, അതായത് തന്നെ ബേത്ലഹേമിലെ എഫ്രാത്തയിൽ തന്നെ എഴുന്നേറ്റ് വരും. ഈ എഴുന്നേറ്റ് വരുന്ന ശിശു ആരാണെന്ന് പറയുകയാണ്. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. അവിടെ മലയാളത്തില് ഉത്ഭവം എന്നെഴുതിക്കുന്നതിന് ഇംഗ്ലീഷ് ബൈബിൾ ആൻഡ് ഹിസ് ഗോയിങ് ഫോർത്ത് ഈസ് ഫ്രം ഓഫ് ദി ഓൾഡ് എന്നായിരിക്കുന്നത്. ഹിസ് ഗോയിങ് ഫോർത്ത് ഈസ് ഫ്രം ഓഫ് ദി ഓൾഡ്. അവന്റെ പുറപ്പാട് പണ്ടേ ഉള്ളതും നിത്യതയിൽ പിതാവായ ദൈവത്തിൽ നിന്ന് നിത്യനായ ദൈവത്തിൽ നിന്ന് നിത്യനായി പുറപ്പെട്ടു വിടുന്നവനാണ് നിത്യനായ ദൈവത്തിന്റെ നിത്യപുത്രനായ യേശു ക്രിസ്തു. സഭാചരിത്രത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ നിത്യത്വത്തെ ചോദ്യം ചെയ്ത പല വിപരീത ഉപദേശകന്മാരും തലയുയർത്തിയിട്ടുണ്ട്. അതിൽ അഗ്രഗണ്യനായ വ്യക്തിയായിരുന്നു അറിയൂസ് എന്ന് പറയുന്ന വേദ വിപരീതി. അദ്ദേഹം പറഞ്ഞത്, പുത്രനായ യേശു ക്രിസ്തുവിന് പിതാവിനെ പോലെ നിത്യാസ്തിത്വമുള്ളവനല്ല, നിത്യതയ്ക്ക് അല്പം താഴെയാണ് അവന് ഉളവായത് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചു. നീഷ്യൻ കൗൺസിൽ താനാസോസ് എന്ന് പറയുന്ന പിതാവാണ് അദ്ദേഹത്തെ എതിർപ്പെട്ടത്. അപ്പൊ അദ്ദേഹം 2 ചോദ്യങ്ങൾ പ്രധാനമായി ചോദിച്ചു. ഒന്ന്, യേശു ക്രിസ്തു ആർക്ക് പുത്രനാണ്? പറഞ്ഞു, പിതാവിന് പുത്രനാണ്. എന്ന് മുതലാണ് പിതാവിന് പുത്രനായത്? അപ്പൊ നിത്യതയ്ക്ക് അല്പം താഴെയാണെന്നുള്ളൂ. വാക്യമുണ്ടോ? വാക്യമില്ല. അപ്പൊ അദ്ദേഹം ഈ വാക്യം വായിച്ചു കേൾപ്പിച്ചു. മീക്ക 5:2 ഈസ് ഗോയിങ് ഫോർ ദീസ് ഫ്രം ഓഫ് ദി ഓൾഡ്. അവന്റെ പുറപ്പാട് പുരാതനമേ ഉള്ളതും പണ്ടേ ഉള്ളതും നിത്യത മുതലേ പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നവനാണ് പുത്രനായ കർത്താവായ യേശു ക്രിസ്തു. പ്രൊസീഡിംഗ് ഓഫ് ദി സൺ ഫ്രം ദി ബോസം ഓഫ് ദി ഫാദർ ഫ്രം ഓൾ ഇറ്റേണിറ്റി. വളരെ ഗൗരവതരമായ ഒരു ഉപദേശ സത്യമാണത്. അങ്ങനെ വരുമ്പോൾ മനുഷ്യാവതാരം ചെയ്ത കർത്താവായ യേശു ആരാണ്? അവൻ സർവ്വവ്യാപിയും നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനുമാണ്. അതുകൊണ്ടാണ് ഏഷ്യൻ കൗൺസിലിൽ അഥാനോസിസ് അറിയൂസിനെ തോൽപ്പിച്ച് പരസ്യമായി പാസാക്കപ്പെട്ട പ്രമേയത്തിൽ സ്ഥാപിക്കപ്പെട്ടു, കർത്താവായ യേശു നിത്യനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനാണ്. പിതാവായ ദൈവം എന്ന് മുതലുണ്ടോ അന്ന് മുതൽ പുത്രനായ ദൈവമുണ്ട്.
അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. പിതാവിന്റെ പിതൃത്വത്തിനും പുത്രന്റെ പുത്രത്വത്തിനും ആരംഭം ഇല്ല. അവിടുന്ന് അനാദിയായി ശാശ്വതമായി ദൈവമായിരിക്കുന്നവനാണ് കർത്താവായ യേശു.